സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്തുണ്ട്, സുഖാണോ? അപ്പോൾ നമ്മുടെ താത്ത വന്നു പിന്നെയും വീഡിയോ ആയിട്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പറയണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണോ താത്ത മറുപടി പറയുന്നത്? അല്ല. പ്രിയനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടു. പ്രിയന എന്തോ ആറാട്ടെണ്ണം കല്യാണം കഴിക്കുന്നതാണ്. ഇവക്കിത് പറയാനേ നേരമില്ല. ഇവളെ ഓരോ ആൾക്കാരെ കല്യാണം ഏറ്റെടുത്തങ്ങ് കഴിപ്പിച്ചു കൊടുക്കുന്നതാന്ന് തോന്നുന്നു. സെക്ഷലായിട്ട് പറയുന്നതാണെന്ന് തോന്നുന്നു. താത്തക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ തോന്നുന്നു. കാരണം ഭർത്താവ് നാട്ടിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നത് അല്ലേ. എന്തായാലും സ്റ്റെപ്പിനി ഉണ്ടല്ലോ അവിടെ, പിന്നെ നീ എന്തിനാ പേടിക്കേണ്ട ആവശ്യം എന്നാന്ന്? എന്തായാലും സലീം കാക്ക എന്താ സംഭവം നടക്കുന്നത് എന്നുള്ളത് ഗൾഫിൽ ഇരുന്നിട്ട് കാണുന്നുണ്ടാവും അല്ലേ. നമ്മൾ റീച്ച് കിട്ടേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് പറയുന്നത് എന്നാണ് നമ്മളെ ജസ്ന താത്തയുടെ, അതായത് ഗുരുവായൂർ ഭക്ത ഹണി ട്രാപ്പുകാരിയുടെ സംസാരം. എന്നാൽ അതല്ല താത്തേ, ഹണി ട്രാപ്പുകാരിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നീ എൻ്റെ അമ്മേനെ പറഞ്ഞതുകൊണ്ടാണ്, എൻ്റെ മക്കളെ പറഞ്ഞതുകൊണ്ടാണ്. മനസ്സിലായിനാ? നിനക്ക് അത് അവസാനം വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ പറയുന്നുണ്ടല്ലോ ഞാനൊന്നും അങ്ങോട്ട് തിരിച്ച് പറയില്ല, ഇങ്ങോട്ട് തിരിച്ച് പറയണടി. നീ പറയണം. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക? നീ പറഞ്ഞാലല്ലേ ഞങ്ങൾക്കൊരു വീറും വാശിയും ഉണ്ടാവുക. നീ ഓരോ എല്ലാ ഇതിൻ്റെ അകത്തും വന്നിട്ട് മൂങ്ങുന്നുണ്ടല്ലോ. എന്തെന്നാ മൂങ്ങുന്നത്? ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്പെഷ്യൽ അതേതെ ഒരു 400 ഫോട്ടോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കൊരു വീടല്ല അതിൻ്റെ അപ്പുറം ഉണ്ടാകും. പിന്നെ ഇന്നെ ഒരുപാട് ഗോപാലേട്ടന്മാർ സഹായിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ. ഒരുപാട് ഗോപാലേട്ടന്മാരുണ്ടാവും. പ്രായത്തിലുള്ള ആൾക്കാരുണ്ടാവും, പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ അതുപോലെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. വീട് വെക്കാനും ഇതാക്കാനും ഒന്നും നമുക്ക് സഹായത്തിനൊന്നും ഒരാളും വരില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, നിന്നെപ്പോലെ കുളിസീന് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ. കുളിസീനൊന്ന് കണ്ടോട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ അച്ഛനും അമ്മക്കും വിളിക്കല സ്വതവേ ആൾക്കാരെ പണി. ഞാൻ അല്ലാതെ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇത് അന്നൊട്ടാന്ന് പറയലില്ല, അങ്ങനെ പറയാറില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ശീലിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ നീ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, രണ്ടാമത് മക്കളെയൊക്കെ വിട്ടിട്ട് രണ്ടാമതൊരു തന്നെ കാമപ്പരാതിന് അങ്ങനെ തോന്നിയോടി നിനക്ക്? എല്ലാവരും കാമത്തിന് വേണ്ടിയാണോ കല്യാണം കഴിക്കുക? രണ്ടാമത് ലിസ്താപ്പാലിക്കൽ മാത്രമാണ് രണ്ടാമത് കല്യാണം കഴിച്ചത്? ആണോടാ, പറയടാ. നിൻ്റെ കുടുംബത്തിലുണ്ടല്ലോ, നിൻ്റെ അരുണേട്ടൻ എന്ന് പറയുന്ന അച്ഛൻ 2 അമ്മ 2 എന്നൊന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവരെ കാര്യത്തിൽ അങ്ങനെയില്ല. എൻ്റെ ഉഷ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കാര്യത്തിൽ അങ്ങനെയില്ല. നിൻ്റെ ബാപ്പയുടെ കാര്യത്തിൽ അങ്ങനെയില്ല. ഇല്ലടാ. ചേടാ, നിൻ്റെ കുടുംബക്കാരൊക്കെ 2ാം കെട്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാമം മൂത്തിട്ട് വന്നതാണോ? ജസ്ന, അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് ഞാനല്ല, എൻ്റെ മൂത്താപ്പൻ്റെ ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ സത്യാവസ്ഥ എന്തെന്നാണെന്നൊന്നും അറിയില്ല എനിക്ക്. പിന്നെ ഇവനെ പോലെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് പാലക്കെല്ലാം അമ്മായി 2 കെട്ടി. അപ്പോൾ ഇവൻ്റെ അച്ഛൻ എങ്ങനെ? പരിഹസിക്കാൻ നിങ്ങൾക്ക് പറ്റും, നമുക്കും പറ്റും. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക? 2 കെട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കുടുംബത്തിലും 2 കെട്ടിയിട്ടുണ്ട്. അപ്പം മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പരിഹസിക്കുന്നത് ശരിയാണോ? പറ. അല്ല, ശരിയല്ല. പിന്നെ നീ പ്രിയനോട് പറയുന്നുണ്ട്. നീ പ്രിയനോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അവളെ ഭർത്താവ് അവളോട് തന്നെയുണ്ട്, നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാ? ഞങ്ങൾക്ക് വിശ്വാസം പോലും ഒന്നുമില്ല. കാരണം നീ ഇനി ലൈവിൽ വരണം നിൻ്റെ ഭർത്താവിനെയും കൂട്ടിയിട്ട്, എന്നാലേ നമുക്ക് വിശ്വാസമാവും. നമ്മളൊക്കെ 2ാമത് കല്യാണം കഴിച്ചാണെങ്കിൽ ഞാനൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്, ഫോട്ടോസ് ഇടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നിൻ്റെ ആവോണ ആരും കണ്ടിട്ടില്ല. ഹൈറ്റ് കുറഞ്ഞത് കൊണ്ടാണോ ഇനിയിപ്പോൾ കാണിക്കാത്തത്? എനിക്ക് സംശയമുണ്ട് അതാണ് എന്നുള്ളത്. കാരണം ഒരു അപകർഷതാബോധം ഉണ്ടാവുമല്ലോ ഭർത്താവിന്. ഹൈറ്റില്ല, നീ എൻ്റെ ഭർത്താവിനെ മൊട്ടാന്ന് വിളിച്ചിട്ടില്ലേ? അതിലും കഷ്ടമാണടിയിൽ നിൻ്റെ ഭർത്താവ്. ഹൈറ്റ് കുറഞ്ഞൊരു കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പർ തിന്നു. അതാണല്ലോ നിൻ്റെ ചരക്ക് അല്ലേ. കഷ്ടം.